അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ബാലിയിലെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബാലിയിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ മലേഷ്യയിലോട്ടാണ് പോകുന്നത്. ബാലി വിസിറ്റ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് മലേഷ്യ. നമ്മൾ രാവിലെ ഇന്നലെ വൈകിട്ട് തന്നെ ഗ്രാബിൽ അഡ്വാൻസ് എയർപോർട്ട് ടാക്സി ബുക്ക് ചെയ്തിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. നേരത്തെ ആൾ വന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തു, 15 മിനിറ്റ് എക്സ്ട്രാ വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇനി എയർപോർട്ടിൽ പോവുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് മലേഷ്യയിൽ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഡിജിറ്റൽ അറൈവൽ കാർഡ് വേണം. അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ബാഗേജിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ബോർഡിംഗ് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബോർഡിംഗ് ഗേറ്റിലോട്ട് പോകാം. ബാലിയിൽ നിന്നും നമ്മൾ മലേഷ്യയിലേക്ക് പോകുന്നത് സിംഗപ്പൂർ വഴി ട്രാൻസിറ്റ് ആയിട്ടാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സ്കൂട്ടാണ്. സിംഗപ്പൂർ വഴി നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുവാണെങ്കിൽ ഇതേ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് 7-Eleven. ഇവിടുന്ന് ഈ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് നമ്മൾ തന്നെ ഹീറ്റ് ചെയ്ത് കഴിക്കണം. അവിടെ നിന്ന് ബില്ല് ചെയ്തെടുക്കുക. അവിടെ തന്നെ ഹീറ്ററും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഓവനകത്ത് വെച്ച് ബേക്ക് ചെയ്തിട്ട് കഴിക്കണം. പക്ഷേ നമുക്ക് 3-4 പേർക്ക് കഴിക്കാനുള്ള അത്യാവശ്യം നല്ല ഫുഡ് കിട്ടും. പ്രൈസ് വളരെ ചീപ്പാണ്. ഇപ്പോൾ സമയം വന്നിട്ട് 5:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റിൽ സിംഗപ്പൂരിൽ നിന്ന് നേരെ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വിസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെളിയിറങ്ങിയിട്ട് പറയാം. ഇവിടെ ഇന്ത്യൻ വിസ ഫ്രീ ആണ്. ആകെ കൂടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എംഡാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അത് വേണം. പിന്നെ നമ്മുടെ ഹോട്ടൽ ചെക്കിനും റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റും വേണം. അപ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. മലേഷ്യയിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ ലോബിയിലാണ്. ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇന്ന് മലേഷ്യയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഡേ ആക്ടിവിറ്റീസൊക്കെ കാണാൻ പോവാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് പോകേണ്ടത് ബാത്തു കേവ്സിലേക്കാണ്. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ദൂരെയാണ് ബാത്തു കേവ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്തിട്ട് നേരെ ബാത്തു കേവ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വന്നിട്ട് ബാത്തു കേവ്സിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ നമ്മൾ ഈ കയറി വരുന്ന ഭാഗത്തുള്ള ഈ ഒരു മുരുകൻ്റെ വലിയൊരു വിഗ്രഹം റീസെൻ്റ്ലി അവർ ഇവിടെ വെച്ചതാണ്. അപ്പോൾ ഇത് കാണാനായിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ ആ കേവിൻ്റെ അകത്താണ് ടെമ്പിൾ വരുന്നത്. നമുക്ക് മേളിൽ കൂടെ സ്റ്റെപ്പ് കയറി മുകളിൽ പോകാനായിട്ട് പറ്റും. ഈ കാണുന്ന സ്റ്റെപ്പിലൂടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റും. ടോട്ടൽ ഒരു 10 മിനിറ്റ്സ് നമുക്ക് ക്ലൈംബ് ചെയ്യാനേ ഉള്ളൂ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ടെമ്പിളും കേവിനകത്തുള്ള ടെമ്പിളാണ്. അത് കാണാനാണ് എല്ലാവരും ടോപ്പിലേക്ക് വരുന്നത്.
അപ്പോൾ മലേഷ്യയിൽ വരുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ബാത്തു കേവ്സ്. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. കേവിനകത്തുള്ള ആ ടെമ്പിളും അതേപോലെ ഈ ഹൈറ്റുള്ള ഈ ഒരു മുരുകൻ്റെ വിഗ്രഹമൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബാത്തു കേവ്സ് നിന്ന് അടുത്ത ഗ്രാബ് ടാക്സി വിളിച്ചിട്ട് നേരെ ഇനി പെട്രോമാക്സ് ടിൻ ടവറിലേക്ക് പോവാണ്. ബാത്തു കേവ്സിൽ നിങ്ങൾക്ക് ഒന്നീ ഗ്രാബ് വിളിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മെട്രോ കിട്ടും. മെട്രോ റെയിലുണ്ട്, അതിനകത്ത് വേണമെങ്കിൽ മെട്രോ ആണോ മോണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. നേരെ നമുക്ക് KL സെൻറ്ററിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടിലാണ് പെട്രോമാക്സ് ടവർ. നമ്മളിപ്പോൾ എന്തായാലും 3 പേരുള്ളതുകൊണ്ട് ഗ്രാബാണ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് എന്തായാലും മെട്രോ റെയിൽ പോകാനായിട്ട് 5 റിങ്കറ്റ് ആവും. നമുക്കൊരു ടോട്ടൽ 17 റിങ്കറ്റ് ആയിട്ടുള്ളൂ. അപ്പം മറ്റേതിലാണെങ്കിൽ 15 ആവും. 2 റിങ്കറ്റ് വ്യത്യാസത്തിൽ നമുക്ക് പിന്നെ കുറച്ച് നടക്കേണ്ടി വരും. അപ്പം നമ്മൾ വന്നിട്ട് ഗ്രാബ് വിളിച്ച് നേരെ വന്ന് നമ്മൾ ടിൻ ടവറിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കോലാലംപൂരിലെ ടിൻ ടവർ, പെട്രോമാക്സ് ടിൻ ടവർ. ഇത് കാണാനായിട്ടാണ് മലേഷ്യയിൽ ഭൂരിഭാഗം ആൾക്കാരും വരുന്നത് ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പെട്രോമാക്സ് ടിൻ ടവർ കാണാൻ വരുന്നവർക്ക് തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കുറേ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ഈ ടവറിനോട് ചേർന്നിരിക്കുന്ന തന്നെയാണ് KL സൂര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് മാളാണ്. സൂര്യ KLCC. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ തന്നെയാണ് H&M പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു മാളുണ്ട്. അവിടെ എല്ലാം ടോപ്പ് ക്ലാസ് ബ്രാൻഡ്സ് ആയിരിക്കും, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റഫ്സ് വാങ്ങാനായിട്ട് ഈ മാളിനകത്ത് കയറാം. ഞാൻ ജസ്റ്റ് മാളിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം. സൂര്യ KLCC ഭയങ്കര എക്സ്പെൻസീവ് സ്റ്റഫ്സ് ആയതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത 4 സീസൺസ് പ്ലേസിലോട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്താണ് വന്നിട്ട് ഡെക്കാത്തലോണും കുറച്ചുകൂടെ എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഡെക്കാത്തലോണിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഡെക്കാത്തലോണിനെക്കാട്ടിയും കോസ്റ്റ് ഭയങ്കര കുറവാണ് ഇവിടെ. 500-600 രൂപ തൊട്ടൊക്കെ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇത് നമ്മൾ താമസിക്കുന്ന ഹോളിഡേ ഇൻ ഹോട്ടൽ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ കാണുന്ന സംഭവത്തിലേക്കാണ് കേട്ടോ. ഇതാണ് KL ടവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. രാത്രി ലൈറ്റൊക്കെ ചെയ്ത് സെറ്റായിരിക്കും. നമുക്ക് എന്തായാലും നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, 650 മീറ്ററേ ഉള്ളൂ. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ട ടവർ 1 കിലോമീറ്റർ ദൂരെയായിരുന്നു കേട്ടോ. നമ്മൾ നടന്ന് അവസാനം ഇവിടെ എത്തി. ഈ ടവറിൻ്റെ മേളിൽ കയറിയിട്ട് നമുക്ക് ഒബ്സർവേഷൻ ഡെക്കിൽ കയറാം. 2 പാക്കേജ് ഉണ്ട്. ഒന്ന് ഒബ്സർവേഷൻ ഡെക്കിൽ കയറുന്നതിന് ഒരാൾക്ക് 60 RM, അതായത് 1200 രൂപ വരും. അതല്ല അതിൻ്റെ മണ്ടയിൽ സ്കൈ ഡെസ്കിൽ കയറാനാണെങ്കിൽ ഒരാൾക്ക് 120 RM വരും, ഏകദേശം 2400 രൂപ വരും. അപ്പോൾ മലേഷ്യയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി മലേഷ്യയിലെ പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.